10 മാസം ചുവന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തോടോ നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു. ഈ പാട്ട് കേട്ടിട്ടില്ലേ? മോഹൻലാലിന്റെ അഹവെന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണിത്. നന്ദി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ഈ പാട്ടാണ് ഓർമ്മയിലെത്തുക. എന്തുകൊണ്ട്? ഈ പാട്ടിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുധാചന്ദ്രൻ. നന്ദി പറയുക എന്നത് നമ്മുടെ ശീലമാണ്. നമുക്ക് മറ്റുള്ളവരെ ഉപകാരങ്ങൾ ചെയ്തു തരുമ്പോൾ നമ്മൾ താങ്ക്സ് പറയാറുണ്ട്. നമ്മളുടെ കുട്ടികൾ താങ്ക്സ് പറയാൻ ശീലിക്കാറുണ്ട്, നമ്മൾ ശീലിപ്പിക്കാറുണ്ട്. എന്നാൽ അതിനപ്പുറം നമ്മൾ നന്ദിയോടെ സ്മരിക്കേണ്ട കുറെ ആളുകളുണ്ട് ഇവിടെ. നമ്മുടെ പൂർവികര്, അച്ഛൻ്റെയും അമ്മയുടെയും പൂർവികര്, നമ്മുടെ പങ്കാളിയുടെ അച്ഛനമ്മമാരുടെ പൂർവികര്, നമ്മളെ ഓരോ കാര്യവും പറഞ്ഞു തരുന്ന, നമ്മളെ നമ്മളാക്കി മാറ്റാൻ വേണ്ട പ്രയത്നങ്ങൾ ചെയ്തു തരുന്ന നമ്മുടെ ഗുരുക്കന്മാരുടെ പൂർവികര്. ഇവരുടെ എല്ലാം മാനവ വിഭവശേഷിയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കഴിവുകൾ വികസിപ്പിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഓരോ ഘടകങ്ങളും. നമുക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുവെങ്കിൽ, നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും കിട്ടുന്നുവെങ്കിൽ ഫീസ് കൊടുത്തിട്ടായിക്കോട്ടെ, എങ്കിലും നമ്മൾ ഓരോരുത്തരും അടയ്ക്കുന്ന ടാക്സിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഓരോ സൗകര്യങ്ങളും അതിന്റെ ഫലമാണ്. പക്ഷേ നമ്മളുടെ മാനവ വിഭവശേഷി വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മൾ നന്ദികേടാ കാണിക്കുന്നത്. വെറുതെ ഒരു നന്ദി പറയലല്ല വേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്ദി. നമ്മൾക്കും നന്ദി പറയണം. കാരണം നമുക്ക് ഇത്രയും സന്തോഷത്തോടെ ജീവിക്കാൻ, നമ്മളുടെ മനസ്സിനെ സജ്ജമാക്കാൻ നമുക്കും സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് തന്നെ നന്ദി പറഞ്ഞു തുടങ്ങാം. ഒപ്പം നമ്മളെ സഹായിക്കുന്ന ഓരോ വ്യക്തികളോടും നന്ദി പറയണം. മാത്രമല്ല, ഈ പ്രകൃതിയോട്, പ്രപഞ്ചത്തോട്, എല്ലാറ്റിനോടും നന്ദിയുള്ളവരായി മാറണം നമ്മൾ. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സഫലമാവുകയുള്ളൂ. ഹോപ്പോനോപ്പോനോ പഠിപ്പിക്കുന്നത് തെറ്റുകളും കുറ്റങ്ങളും മറക്കുവാനും, സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനും, നന്ദിയോടെ ജീവിക്കുവാനും, സ്വയം സ്നേഹിക്കുവാനും, അവനവനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് മുന്നേറാനുമാണ്. നമുക്കൊന്നിച്ചു പറയാം, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ആ താങ്ക് യുവിന് ഒരുപാട് ശക്തിയുണ്ട്. നമുക്ക് കിട്ടിയ എല്ലാ ബ്ലെസ്സിങ്സിനുമുള്ള നന്ദി പറയലാണത്. താങ്ക് യു.